പിണറായി സർക്കാർ പടിയിറങ്ങുന്നതിന് മുമ്പ് KSEB വ്യവസായ വകുപ്പുകൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിട്ടുണ്ട്. മണിയാർ അണക്കെട്ട് ഒരു വൈദ്യുതി പ്ലാന്റ് KSEB ഏറ്റെടുക്കുന്നതിനെതിരെ മന്ത്രി പി രാജീവ് നിശിതമായി ഇന്ന് വിമർശിച്ചിട്ടുണ്ട്. വ്യവസായ സൗഹൃദമായ കേരളത്തെ തകർക്കുന്ന നിലപാടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ പവർ കട്ട് കൂടുന്ന സമയത്ത് സ്വന്തം കേരളത്തിലെ പദ്ധതി ഉൾപ്പെടുത്താത്ത വ്യവസായ വകുപ്പിൻ്റെ ഈ നടപടിയെ എങ്ങനെ നമുക്ക് വിമർശിക്കാൻ പറ്റും? അല്ല, ഈ മണിയാറിലെ ഈ സ്വകാര്യ വൈദ്യുതി ഉൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ കുറേ നാളുകളായിട്ട് തന്നെ ഉണ്ട്. ഒന്ന്, ഈ ഏറ്റെടുക്കലും അവർക്ക് തന്നെ കരാർ നീട്ടിക്കൊടുക്കലും എല്ലാം തന്നെ ഒരുപാട് അഴിമതിയുടെ ഒരു എന്തൊക്കെയോ അഴിമതി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തുടക്കം മുതലേ സംശയിക്കുന്നുണ്ടായിരുന്നു. അത് പ്രതിപക്ഷം അത് പറയുകയും ചെയ്തു. കാരണം ഇത് ബിൽറ്റ് ഓപ്പറേറ്റീവ് ട്രാൻസ്ഫർ പദ്ധതി BOT എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമ്മൾ പണിത ഒരു വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ്. അവിടെ പമ്പാ നദിയിലാണിത്. പത്തനംതിട്ട ജില്ലയിലെ മണിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ. അപ്പം ആക്ച്വലി ഈ കരാർ 30 വർഷത്തേക്കാണ് ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തിരുന്നത്. അപ്പം 2024 മറ്റോ ഇതിൻ്റെ കാലാവധി 30 വർഷം തികഞ്ഞു. ആ സമയത്ത് ഗവൺമെൻറ് ഏറ്റെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് KSEB-യിലെ ഉന്നതരും മന്ത്രിസഭയിലെ പെട്ടവരും CPM-ൻ്റെ നേതാക്കളും ഒക്കെ ചേർന്ന് അവർക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ആ എക്സ്റ്റൻഷൻ തന്നെ, അതായത് സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട ഒരു പദ്ധതിയെ നിങ്ങൾ എന്തിനാണ് അവർക്ക് വീണ്ടും കരാർ നീട്ടിക്കൊടുത്തു എന്നുള്ള ന്യായമായ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മറ്റുള്ളവരും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഇടിവെട്ടിയ പോലെ ഇപ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധി വന്നു, ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു. തൽക്കാലം തടി രക്ഷിക്കാൻ വേണ്ടിയാണ് KSEB ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അത് സംബന്ധിച്ച് ഉത്തരവിറക്കിയെന്ന് പറയുന്നു. എന്തായാലും സ്വകാര്യ കമ്പനിയെ സഹായിക്കാനായിരുന്നു ഈ കരാർ നീട്ടിക്കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അതിനകത്ത് യാതൊരു നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. അപ്പോൾ പിന്നെന്താണ്, ജനങ്ങൾ ഇപ്പോൾ ഈ വൈദ്യുതി ക്ഷാമം കൊണ്ട് നേരിടുന്ന ഒരു അവസ്ഥയിൽ തൽക്കാലം മുഖം രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കളി കളിച്ചു. എന്നിട്ട് ഇപ്പോൾ കാരണം അത് സംബന്ധിച്ച കമ്പനി വല്ല വിവരങ്ങൾ പുറത്തുവിടുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടന്ന അഴിമതിയെക്കുറിച്ച് വാർത്തകൾ പുറത്തു വരുമോ എന്നൊരു ഭയം വന്നപ്പോഴത്തേക്കാണ് അടുത്തൊരു നാടകവുമായിട്ട് വ്യവസായ വകുപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ആ നടപടി നിർത്തിവെക്കണം, അങ്ങനെ വന്നാൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള പേര് വരും. കേരളത്തിൽ കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ എന്ത് പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ് വന്ന വ്യവസായങ്ങൾ തുടങ്ങാൻ വന്ന പാവപ്പെട്ടവർ തൂങ്ങി മരിച്ച കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലേ? ആന്തൂർ സാജനും പുനലൂർ സുഗതനും മറ്റും, അങ്ങനെ നിരവധി പേര്. അപ്പം ഇത് വ്യവസായ സൗഹൃദം എന്ന് കടലാസിലും പറയാനേ പറ്റുന്നുള്ളൂ. അത് സംബന്ധിച്ച വ്യവസായങ്ങൾ എത്ര വന്നു എന്നുള്ളത് ഇതിൻ്റെ കണക്കുകളെല്ലാം ഉള്ള. പക്ഷേ ഈ കാർബുറണ്ടം യൂണിവേഴ്സൽ, അതായത് ഈ സ്വകാര്യ കമ്പനിക്ക് എന്തൊക്കെയാണ് സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ കഥകളൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇപ്പോഴെന്തുകൊണ്ടാണ് 2 ദിവസത്തേക്ക് മുമ്പേ സർക്കാർ തന്നെ ഒരു നടപടി എടുക്കുന്നു, അതായത് സർക്കാരിൻ്റെ വൈദ്യുതി വകുപ്പ് ഒരു നടപടി എടുക്കുന്നു, KSEB-യെ കൊണ്ടത് ഏറ്റെടുക്കുന്നു. അത് 2 ദിവസം, അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കരാർ റദ്ദാക്കാനായിട്ട് മന്ത്രിസഭ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്ര തിടുക്കത്തിൽ, എന്തിനാണ് പിന്നെ അത് ഏറ്റെടുക്കാൻ പോയത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ ഇത് ഇവിടെയാണ് ഒന്നും സുതാര്യമല്ലാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നുള്ളൊരു ധാരണ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും വലിയ വൈദ്യുതി ക്ഷാമം നേരിടുന്ന സമയത്ത് വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന് പിന്നിൽ താല്പര്യം ആരുടേതാണ്? അത് വ്യവസായ സൗഹൃദം എന്നല്ല പറയുന്നത്. സംസ്ഥാന താല്പര്യത്തെക്കാൾ വലുത് സ്വകാര്യ കമ്പനിയുടെ താല്പര്യമായിട്ടൊരു പുരോഗമനപരമായ സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അഴിമതി തന്നെയാണ്. അതിനകത്ത് കൂടുതൽ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ CPM-ന് ഇപ്പോഴും മറുപടിയില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മറുപടിയില്ല. എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ അത് ഏറ്റെടുക്കാൻ പോയത്? എന്തിനാണ് അത്ര തിടുക്കത്തിൽ ആ കരാർ, ആ നിലപാട് അല്ലെങ്കിൽ ആ ഉത്തരവ് റദ്ദാക്കിയത്? ആ ചോദ്യത്തിനൊന്നും രാജീവോ മന്ത്രിസഭയോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടുമില്ല. സാർ, അതായത് കയ്യിൽ കസ്തൂരി ഇരുന്നിട്ട് കാക്കപ്പുന്നിന് പോയ ഒരവസ്ഥയാണ് ഈ സർക്കാരിന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ മണിയാർ പോലെ ഒരു ബിഗ് പ്രോജക്റ്റ് കയ്യിലുണ്ടായിട്ടും കൂടംകുളത്ത് നിന്നും 250 മെഗാവാട്ടാണ് കടം വാങ്ങിയത്. ഈ മണിയാർ മുമ്പും നമ്മുടെ കേരളത്തിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു മണിയാറിനെ തന്നെ ആ കൂടംകുളത്തിന് പകരം ആശ്രയിക്കാതെ പുറത്തേക്ക്
കടമെടുത്ത ഒരവസ്ഥയുണ്ടായി. അല്ല, അതൊക്കെ തന്നെയാണ് അതിന്റെ പിന്നിലുള്ള ഇടപാടുകളെ കുറിച്ചാണ് സംശയം ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ ഇത് നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ പിന്നെ സംസ്ഥാനത്തോട് ഒഴുകുന്ന പമ്പാ നദിയിലെ അണകെട്ടി ആണ് ഇതുണ്ടാക്കുന്നത്. കാരണം അന്ന് ഒരു പക്ഷേ സർക്കാരിന് പണമില്ലാത്തതുകൊണ്ടായിരിക്കും സ്വകാര്യ കമ്പനിയെ കൊണ്ട് അത് കൊടുത്ത്, അതുകൊണ്ടാണ് ഈ BOT വ്യവസ്ഥയിൽ അവർക്ക് കൊടുത്തു തന്നെ. പക്ഷെ അത് തിരിച്ചു കിട്ടേണ്ട 30 കാലാവധി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചില്ല? അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. ആ ചോദ്യത്തിന് ഇതുവരെ സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് പിന്നെ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട്. കാരണം അന്യായ വിലയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക. ഇത്രയും വൈദ്യുതി അവിടെ നിന്നുണ്ടെങ്കിൽ നമുക്കത് സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഈ പ്രതിസന്ധി വന്ന സമയത്ത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു നാടകം കളിക്കുന്നു. 3-ാമത്തെ ദിവസം വീണ്ടും അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പം ഇതാണ് ഒരു കാലാവധി തീരാറായ ഒരു സർക്കാർ ഇങ്ങനെ ഒരു നയപരമായ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം? ഇപ്പോൾ തന്നെ ആക്ച്വലി ഇങ്ങനൊരു തീരുമാനം രണ്ട് തീരുമാനത്തിനും എടുക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വേണം. അത് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വാങ്ങാതായിരിക്കാം ഒരു പക്ഷെങ്കിൽ അത് ടേക്ക് ഓവർ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ തീരുമാനത്തിന് പിന്നിലും പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇനി വരാനിരിക്കുന്ന സർക്കാർ ഒരു പക്ഷേ ഈ സർക്കാർ മാറി ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുവാണെങ്കിൽ ഈ ഇടപാടുകളെ കുറിച്ചൊക്കെ അവർ അന്വേഷിക്കുമെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. സാർ, ഒരുപക്ഷെ ഈ ഒരു നിലപാട് വരുന്ന സർക്കാരിനൊരു ബാധ്യതയാവില്ല, അല്ലെങ്കിൽ ആ ഒരു സർക്കാർ ഈ ഒരു പ്രതിസന്ധി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വരില്ലേ? അല്ല, വരുന്ന സർക്കാർ എന്തായാലും എന്തുകൊണ്ടാണ് ഈ കാലാവധി കഴിഞ്ഞ ഒരു പദ്ധതിക്ക് വീണ്ടും അത് നീട്ടിക്കൊടുത്തതിന്റെ പിന്നിലെ കഥ പുറത്തു പറയാൻ പുതിയ സർക്കാരിന് ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ കിട്ടേണ്ട വൈദ്യുതി വിഹിതം എന്തിന് സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുക്കുന്നു? അവരുടെ കാലാവധി കഴിഞ്ഞു. നമ്മൾ കൃത്യമായ ഒരു പദ്ധതി അവരെ ഏൽപ്പിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡും ഈ കമ്പനിയും തമ്മിൽ ഒരു വ്യക്തമായ ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ കാലാവധി കഴിഞ്ഞു. നാച്ചുറലി സംസ്ഥാന സർക്കാരിലേക്ക് അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിലേക്ക് വരേണ്ട ഒരു പദ്ധതി നിങ്ങൾ എന്തിനാണ് വീണ്ടും അവർക്ക് തന്നെ നീട്ടിക്കൊടുക്കുന്നത്? അതിന്റെ പിന്നിലെ താല്പര്യം ആരുടേതാണ്? ആ ചോദ്യത്തിനാണ് ഈ പിണറായി സർക്കാർ മറുപടി പറയുന്നത്. അപ്പൊ അതേക്കുറിച്ച് കാരണം അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചത് ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ്. അവരാണ് അതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇനിയും അവരതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സംശയിക്കേണ്ടി വരും ഇവരും ഈ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നുള്ള ഒരു ധാരണയിലേക്ക് ജനങ്ങൾ പോകും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ ഈ KSEBയെ വ്യവസായ മന്ത്രി നിശിതമായി വിമർശിച്ചു എന്ന് പറയുന്നു. വ്യവസായ മന്ത്രിയായ K കൃഷ്ണൻകുട്ടിയോട് ഉള്ള ഒരു പടലപ്പിണക്കത്തിന്റെ പേരിലേക്ക് ഈ ഒരു സർക്കാരിന്റെ നിലപാട് മാറുമോ? അങ്ങനെയല്ല, അങ്ങനെയൊന്നും കാണണ്ട. അതിനകത്ത് അതിന്റെ പിന്നിൽ ഒരു വലിയ സാമ്പത്തിക താല്പര്യം ഉണ്ടെന്ന് തന്നെയാണ് സംശയിക്കേണ്ടി വരുന്നത്. ക്യാബിനറ്റിനകത്ത് മന്ത്രിമാർ തമ്മിൽ പല അവരവരുടെ വകുപ്പുകൾക്ക് വേണ്ടി സംസാരിച്ചെന്നിരിക്കും. പക്ഷേ ചോദ്യം അതല്ല. നിങ്ങൾ എന്തിനാണ് കരാർ കാലാവധി കഴിഞ്ഞൊരു കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുത്തു? അത് ക്യാബിനറ്റിന്റെ തീരുമാനമായിരുന്നു. അതേ മന്ത്രിസഭയാണ് പിന്നീട് ഈ ഇലക്ട്രിസിറ്റിയുടെ ക്ഷാമം വന്ന സമയത്ത് തിരിച്ചെടുക്കാനും തീരുമാനിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് അത് പുനഃപരിശോധിക്കുന്നത്? വ്യവസായ വകുപ്പിന് പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ആ നിർദ്ദേശം എന്തുകൊണ്ട് നിങ്ങൾ പിൻവലിക്കുന്നു? അവിടെ ഈ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഷെയ്ഡി ഡീലിങ്സ് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. അത് അല്ലെങ്കിൽ എന്തിനാണ് കാലാവധി കഴിഞ്ഞൊരു കമ്പനിക്ക് നീട്ടിക്കൊടുത്തത്? ആ ചോദ്യത്തിന് ഈ സർക്കാർ മറുപടി പറഞ്ഞാൽ മതി. അപ്പൊ പ്രശ്നങ്ങൾ തീരും. അല്ലെങ്കിൽ അവരുടെ ഭീഷണി ഉണ്ടായിരിക്കാം ഈ കരാർ ഇപ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കിയിട്ട് വീണ്ടും അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് സംശയത്തിന് ഇട നൽകുന്നത്.